പൂർണ്ണമായും ശീതീകരിച്ച ഒരു ശൗചാലയത്തെക്കുറിച്ചാണ് ഇനി. വയനാട് കൽപ്പറ്റയുടെ ഒത്ത നടുവിലാണ് ഇങ്ങനെയൊരു ശൗചാലയമുള്ളത്. 40 ലക്ഷം രൂപയോളം ചെലവഴിച്ചായിരുന്നു നഗരസഭ ഈ നിർമ്മാണം പൂർത്തിയാക്കിയത്. കൽപ്പറ്റയിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്കും മൈസൂരുവിലേക്കും മാനന്തവാടിയിലേക്കും ബത്തേരിയിലേക്കുമൊക്കെ ബസ് കാത്തിരിക്കുന്നവരുടെ കേന്ദ്രമാണിത്. ഇവിടെ ശൗചാലയം എന്നത് ഉണ്ടായിരുന്നേയില്ല. അതിനാൽ തന്നെ സമീപത്തുള്ള പാതയോരങ്ങൾ മലീമസമാകുന്നത് തുടർച്ച. ഇതിനൊരു മാറ്റമുണ്ടാകാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ പോലും വേണ്ടിവന്നു. ഇപ്പോൾ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ശീതീകരിച്ച പുറത്ത് നിരീക്ഷണ ക്യാമറയുള്ള അത്യാധുനിക ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു. സ്ഥലപരിമിതിയെ മറികടന്ന് നഗരസഭ ഇത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. കുറേ ആൾക്കാർ യൂഷ്വലി എന്നെ കാണുമ്പോഴും പറയാറുണ്ട്, ബിക്കോസ് ഇവിടെ നിന്ന് നമ്മളെ കുട്ടികൾ എസ്പെഷ്യലി ഹയർ സ്റ്റഡീസിനൊക്കെ എല്ലാം ആഗ്രഹിക്കുന്നതും പുറത്താണ്. കുറേ ബാംഗ്ലൂർ പോകുന്ന കുട്ടികളുണ്ട്, ചുരം ഇറങ്ങിയിട്ട് പോകുന്ന കുട്ടികളുണ്ട്. സോ ഒത്തിരി സന്തോഷമാണ്. അതുകൊണ്ടാണ് ഐ ഓൾസോ ലൈക്ക് കെയിം ടു ബി എ പാർട്ട് ഓഫ് ദിസ്. ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഏകദേശം 40 ലക്ഷം രൂപ ചെലവിൽ നമ്മളിത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. 5000 ലിറ്റർ പെർ ഡേ പ്യൂരിഫൈ ചെയ്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിർദ്ദേശിക്കുന്ന അതേ സ്റ്റാൻഡേർഡിൽ നമ്മളിത് ശുദ്ധജലമായിട്ട് പ്യൂരിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. മലിനജല സംസ്കരണത്തിനായി പ്രത്യേക പ്ലാന്റും സജ്ജീകരിച്ചിട്ടുണ്ട്. 4 മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇനി ദീർഘദൂര യാത്രക്കാർക്കടക്കം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരില്ല. ഒപ്പം മൂക്കുപൊത്താതെ ഇവിടുത്തെ വഴികളിലൂടെ യാത്രയും ചെയ്യാം. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.